ദിലീപിനെ അറിയായിരുന്നു ഹനീഫ് ഖാൻ്റെ ഒരു സ്വഭാവം. അതുകൊണ്ട് തന്നെ ഇവരെ അപ്രോച്ച് ചെയ്തിരിക്കുന്ന മറ്റൊരു രീതിയിലായിരുന്നു. ഹനീഫ് ഖാൻ്റെ ഇനോവ കാറ് എൻ്റെ സെറ്റുകളിൽ ഓടാൻ വേണ്ടി അനുവദിക്കണം. ഇതിലൂടെ ദിലീപ് മനസ്സിലാക്കുന്നത് ഇവർക്കൊരു സ്ഥിര വരുമാനം, പ്രതിമാസം ഒരു വരുമാനം ഉണ്ടാക്കിക്കൊടുക്കുക. ഇതൊന്നോ രണ്ടോ മാസമല്ല, 16 വർഷമാണ്. എല്ലാ മാസത്തിലും അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ദിലീപേട്ടൻ്റെ ഒരു ഫോൺ വിളി ഉണ്ടാവും. എല്ലാം ഓക്കെ അല്ലേ, അല്ലേ ഇതല്ലേ എന്ന് പറഞ്ഞൊരു ഫോൺ വിളി ഉണ്ടാവും. അതിനിടയിൽ അടുത്ത കാലത്ത് എനിക്ക് തോന്നുന്നു അന്ന് പോയി അച്ഛന്റെ മരണ സമയത്ത് വന്ന പലരും തന്നെ പിന്നീട് വീട്ടിലേക്ക് വരികയോ അല്ലെങ്കിൽ കാണാൻ വരികയോ ഒന്നും ഉണ്ടായി. കൂട്ടുകാരെ നമ്മളെ പൊട്ടിച്ചിരിപ്പിച്ചും കരയിപ്പിച്ച മലയാളികളുടെ പ്രിയപ്പെട്ട കൊച്ചിൻ ഹനീഫ, അദ്ദേഹം നമ്മളെ വിട്ട് പിരിഞ്ഞിട്ട് 16 വർഷങ്ങളായി. പക്ഷെ ഇന്നും ആ മനുഷ്യനെ നമ്മളെ ഓർമ്മകളിൽ ജീവിക്കുന്നുണ്ടെന്നുള്ള കാര്യം അത് നമുക്കറിയാം. ഇപ്പോഴും അദ്ദേഹത്തിന്റെ പഴയ കോമഡി വീഡിയോസും പഴയ സിനിമകളൊക്കെ കാണുമ്പോൾ ഇന്നും നമ്മുടെ ഓർമ്മകളിൽ അദ്ദേഹം നിറഞ്ഞു നിൽപ്പുണ്ടല്ലേ. ആ വിയോഗത്തിന് ശേഷമുള്ള കഴിഞ്ഞ 16 വർഷം വാടക വീട്ടിൽ കഴിയേണ്ടി വന്ന അദ്ദേഹത്തിന്റെ കുടുംബം ഒടുവിൽ തങ്ങളുടെ സ്വപ്ന തുല്യമായിട്ടുള്ള പുതിയ വീടിന്റെ പാല് കാച്ചൽ നടത്തിയിരിക്കുകയാണ് ഇപ്പോൾ. ഈ ഒരു സന്തോഷ വാർത്തയ്ക്കൊപ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ സമൂഹം ചർച്ച ചെയ്യേണ്ട ചില വലിയ കാര്യങ്ങളും ഉണ്ട് കേട്ടോ. മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ കൊച്ചിൻ ഹനീഫയുടെ കുടുംബത്തിന് വീടൊരുങ്ങി. കൊച്ചി വെണ്ണലയിലാണ് പുതിയ വീട് നിർമ്മിച്ചത്. കൊച്ചിൻ ഹനീഫയുടെ ആകസ്മിക മരണത്തിന് ശേഷം കഴിഞ്ഞ 16 കൊല്ലം വാടക വീട്ടിലായിരുന്നു ഭാര്യ ഫാസില, അതുപോലെ തന്നെ കൊച്ചിൻ ഹനീഫയുടെ മക്കളായ സഫയും മറവയും താമസിച്ചിരുന്നത്. കൊച്ചിൻ ഹനീഫയുടെ സമ്പാദ്യത്തിൽ സ്വപ്ന വീട് ഒരുക്കിയതിന്റെ സന്തോഷത്തിലാണ് ഇപ്പോഴീ കുടുംബം. വെണ്ണല അംബേദ്കർ റോഡിലാണ് കൊച്ചിൻ ഹനീഫാസ് AB മൻസിൽ. പിതാവ് AB മുഹമ്മദിന്റെ പേരിലാകണം തന്റെ വീടെന്നത് കൊച്ചിൻ ഹനീഫയുടെ എക്കാലത്തെയും വലിയ ആഗ്രഹം. 5 ബെഡ്റൂം ഉൾപ്പെടെ മനോഹരമായി ഇന്റീരിയർ ചെയ്ത 3 നില വീട്ടിൽ മലയാളികളുടെ പ്രിയ നടന്റെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്നു. മൊമന്റോകൾ. കൊച്ചിയിലെ വെണ്ണിലയിലാണ് കൊച്ചിൻ ഹനീഫയുടെ കുടുംബം ഈ ഒരു മനോഹരമായിട്ടുള്ള വീട് പണിതിരിക്കുന്നത്. ഹനീഫിക്ക പെട്ടെന്ന് നമ്മളെ വിട്ടുപോയ ആ ഒരു സമയത്ത് ആ ഒരു കുടുംബം അനുഭവിച്ച മാനസിക ബുദ്ധിമുട്ടുകൾ ചെറുതൊന്നുമല്ലായിരുന്നു കൂട്ടുകാരെ. പക്ഷെ ഒരൊറ്റ കാര്യം നമ്മൾ സമ്മതിക്കണം കേട്ടോ, അദ്ദേഹത്തെ പോലെ തന്നെയായിരുന്നു ആ ഒരു കുടുംബം എന്നുള്ള കാര്യം. അതായത് ആരുടെയും മുന്നിലെ കൈ നീട്ടാനൊന്നും അവർ നിന്നില്ല, ആരോടും ചെന്ന് സഹായവും ചോദിച്ചില്ല. വൈകിയെങ്കിലും കുട്ടികൾക്ക് പ്രായപൂർത്തിയായപ്പോൾ ആ ഒരു തുക കിട്ടി. ആ ഒരു സമ്പാദ്യം കൊണ്ട് തന്നെ അവർ ആഗ്രഹിച്ച പോലുള്ള ഒരു വലിയ വീട് അവരെ യാഥാർത്ഥ്യമാക്കുകയും ചെയ്തു. മക്കളായ സഫയും മറവയും ചേർന്നാണ് ഇന്റീരിയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കൊച്ചിൻ ഹനീഫ വിട്ടുപിരിയുമ്പോൾ 4 വയസ്സായിരുന്നു ഇരട്ടകളായ സഫയ്ക്കും മറവയ്ക്കും. കുഞ്ഞുങ്ങളെ ചേർത്തണച്ച ഫാസില കഴിഞ്ഞ 16 വർഷം കൊണ്ട് ഹനീഫയുടെ സ്വപ്നങ്ങൾ ഒന്നൊന്നായി നേടിയെടുക്കുകയാണ്. തലശ്ശേരിക്കാരിയായ ഫാസില ഉറ്റവർ നിർബന്ധിച്ചിട്ടും നാട്ടിലേക്ക് മടങ്ങാൻ കൂട്ടാക്കിയില്ല. പേരിനു മുമ്പ് നാടിനെ അടയാളപ്പെടുത്തിയ വലിയ കലാകാരന്റെ ഓർമ്മകൾ ഈ മണ്ണിൽ തന്നെ തുടരണമെന്ന നിശ്ചയദാർഢ്യമായിരുന്നു ഫാസിലയ്ക്ക്. 16 കൊല്ലം കടവന്ത്രയിലെ വാടക വീട്ടിൽ താമസിച്ച കുടുംബം കൊച്ചിയിൽ തന്നെ തങ്ങളുടെ പ്രിയപ്പെട്ടവന്റെ സ്വപ്ന കൂടൊരുക്കി. 1 രൂപ പോലും ആരുടെ മുന്നിലും കൈനീട്ടാതെ. ചില ലീഗൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഒടുവിൽ ഹനീഫ് ഖായുടെ സമ്പാദ്യം കൊണ്ട് തന്നെ നമുക്ക് നമ്മളെ ഹനീഫ് ഖാ ആഗ്രഹിച്ച പോലെ തന്നെ ഉള്ളൊരു വീട് നമുക്ക് പണിയാൻ പറ്റി. അത് ഏറ്റവും വലിയ ഹനീഫ് ഖാക്കും അങ്ങനെ ഒരാളൊരു അഭിമാനിയാണ്. ആരെ മുന്നിലും തലകുനിക്കുന്ന ഇഷ്ടമില്ലാത്ത ഒരാളാണ്. അപ്പോൾ നമ്മൾ 16 വർഷം നമ്മൾ അതിനു വേണ്ടി എന്തോ വെയിറ്റ് ചെയ്ത പോലെ തന്നെ നിന്ന്. നിയമക്കുരുക്കിലായിരുന്ന കൊച്ചിൻ ഹനീഫയുടെ സ്വത്ത് സമ്പാദ്യങ്ങൾ കുട്ടികൾക്ക് 18 വയസ്സായതോടെ തിരികെ ലഭിച്ചതാണ് കുടുംബത്തിന് ആശ്വാസമായത്. സഫയെ CAയും മർവയെ CS പഠിപ്പിക്കണമെന്ന് ഹനീഫ ഫാസിലയോട് പറയുമായിരുന്നു. പഠിക്കുന്നത് ഏത് കോഴ്സിനെന്ന് അവർ തന്നെ പറയും. ഇപ്പോൾ CA തന്നെ പഠിക്കുന്നത്. ഞാൻ CS. ഡ്രീം ഇങ്ങനെ നല്ല രീതിയിൽ ഉമ്മാനെയും എല്ലാം നല്ല രീതിയിൽ തന്നെ നോക്കാനും അതൊക്കെ തന്നെ. കൊച്ചിൻ ഹനീഫയുടെ കുടുംബത്തെ സംരക്ഷിക്കാൻ ദിലീപ് നടത്തിയ ഇടപെടൽ ഓർക്കുകയാണ് ഫാസിലയുടെ സഹോദരൻ. ഹനീഫ് ഖാൻ്റെ ഒരു സ്വഭാവം. അതുകൊണ്ട് തന്നെ ഇവരെ അപ്രോച്ച് ചെയ്തിരിക്കുന്ന മറ്റൊരു രീതിയിലായിരുന്നു. ഹനീഫ് ഖാൻ്റെ ഇനോവ കാറ് എൻ്റെ സെറ്റുകളിൽ ഓടാൻ വേണ്ടി അനുവദിക്കണം. ഇതിലൂടെ ദിലീപ് മനസ്സിലാക്കുന്നത് ഇവർക്കൊരു സ്ഥിര വരുമാനം, പ്രതിമാസം ഒരു വരുമാനം ഉണ്ടാക്കിക്കൊടുക്കുക. അതോടൊപ്പം തന്നെ ഹനീഫ് ഖാൻ്റെ ഒരു സമീപനം അവിടെയൊക്കെ ഉണ്ടാകുന്നൊരു ഫീലാണ്. ഇതൊന്നോ രണ്ടോ മാസമല്ല, 16 വർഷം. ആരുടെ മുന്നിലും കൈനീട്ടാൻ കൊച്ചിൻ ഹനീഫയ്ക്ക് ഒരു കാലത്തും താല്പര്യമുണ്ടായിരുന്നില്ല. ആ തലയെടുപ്പ് വെണ്ണലയിലെ കൊച്ചിൻ ഹനീഫാസ് AB മൻസിലിനുമുണ്ട്. സജു കാഞ്ഞിരംകുളത്തിനൊപ്പം അലക്സ് റാം മുഹമ്മദ്, 24. ഇവിടെ നമ്മൾ തീർച്ചയായിട്ടും എടുത്തു പറയേണ്ട ഒരു മുഖമുണ്ട് കേട്ടോ. അത് നടൻ ദിലീപിന്റെ തന്നെയാണ്. ദിലീപിനെതിരെ സോഷ്യൽ മീഡിയയിൽ എന്ത് വിമർശനങ്ങൾ വന്നാലും ഈ ഒരു കാര്യം നമ്മൾ പറയാതിരിക്കാൻ പറ്റില്ല. അത് ശരിയല്ല കേട്ടോ.
കാരണം കൊച്ചിൻ ഹനീഫയുടെ മരണശേഷം ആ കുടുംബത്തിന് എന്ത് സഹായം വേണമെങ്കിലും ചെയ്യാൻ ദിലീപ് മുന്നിലുണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ്. അതായത് വെറുതെ പണം കൊടുത്ത് സഹായിക്കുന്നതിന് പകരം അദ്ദേഹത്തിന്റെ ഇന്നോവ കാർ തന്റെ സിനിമാ സെറ്റുകളിൽ ഓടാൻ വരെ അദ്ദേഹം അനുവദിച്ചു എന്നുള്ളതാണ്. ആ കുടുംബത്തിന് കൃത്യമായിട്ടുള്ള പ്രതിമാസ വരുമാനം ഉണ്ടാക്കി കൊടുക്കുകയാണ് ദിലീപ് ചെയ്തതെന്ന്. 1-2 മാസമല്ല കേട്ടോ, നീണ്ട 16 വർഷക്കാലം എല്ലാ മാസവും കൃത്യമായിട്ട് വിളിച്ച് എല്ലാം ഓക്കെ അല്ലേ എന്നൊക്കെ അന്വേഷിക്കാൻ ആ ഒരു മനുഷ്യൻ മറന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് അടുത്തിടെ ധ്യാൻ ശ്രീനിവാസനും ഒരു അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങൾ കേട്ടാൽ ഇത് കൂടുതൽ വ്യക്തമാകും കേട്ടോ. അച്ഛൻ പോയതിനു ശേഷം സ്വാഭാവികമായിട്ടും ഞങ്ങളൊരു കഴിഞ്ഞ വർഷം പ്രിൻസ് ആൻഡ് ഫാമിലിയാണ് അവസാനം ഓടി പടം ഓർമ്മയിൽ എന്നും ഉണ്ടാവും. അപ്പോൾ ആ സിനിമയ്ക്ക് ശേഷം ചിലപ്പോൾ പല ബന്ധങ്ങളും സിനിമ കഴിയുന്നതോടുകൂടി അത് പലപ്പോഴും ഇല്ലാതാവും. ആ സിനിമ കഴിഞ്ഞതിന് ശേഷം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ അച്ഛൻ പോയതിനു ശേഷം ആയിക്കോട്ടെ പലരും വിളിക്കാറുണ്ട്, പലരും ചിലര് കാണണമെന്ന് പറയാറുണ്ട്. പക്ഷെ എല്ലാ മാസത്തിലും അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ദിലീപേട്ടന്റെ ഒരു ഫോൺ വിളി ഉണ്ടാവും. എല്ലാം ഓക്കെ അല്ലേ, അല്ലേ ഇതല്ലേ എന്ന് പറഞ്ഞൊരു ഫോൺ വിളി ഉണ്ടാവും. അതിനിടയിൽ അടുത്ത കാലത്ത് എനിക്ക് തോന്നുന്നു അന്ന് പോയി അച്ഛന്റെ മരണസമയത്ത് വന്ന പലരും തന്നെ പിന്നീട് വീട്ടിലേക്ക് വരികയോ അല്ലെങ്കിൽ എപ്പോഴും വിളിച്ച് അമ്മ ഓക്കെ അല്ലേ അല്ലെങ്കിൽ നീ ഓക്കെ അല്ലേ എന്ന് വിളിച്ച് ചോദിക്കുന്ന ഒരാളാണ്. അതിലിപ്പോൾ അടുത്ത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 2 ആഴ്ച മുന്നേ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. 3-4 തവണ വിളിച്ച് ഞാൻ ഫോൺ എടുത്തില്ല. എന്നോട് പറഞ്ഞു എനിക്ക് അമ്മയെ ഒന്ന് കാണണം, ചേച്ചിയും കൂട്ടി ഞാൻ അങ്ങോട്ട് കാവേരിയും കൂട്ടി വരുന്നുണ്ട്, നീ അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഇപ്പോഴും അച്ഛൻ പോയതിനു ശേഷവും അമ്മയെ കാണാൻ വേണ്ടി അദ്ദേഹം വരാനിരുന്നാണ്. ഞാൻ കാരണം അത് മുടങ്ങിപ്പോയി. അപ്പൊ ഇപ്പോഴും ആ കരുതലും സ്നേഹവും ഉണ്ട്, അതെപ്പോഴും ഉണ്ടാകും. വിളിക്കാറുണ്ട്. ആ ഒരു കരുതലും സ്നേഹം ആ കുടുംബത്തോടൊപ്പം എന്ന് തന്നെയാണ് ധ്യാൻ പറയുന്നത്. സമൂഹത്തിന്റെ മുന്നിൽ പലപ്പോഴും ഇമേജ് തകർക്കപ്പെടുന്ന ചില മനുഷ്യരുടെ നല്ല വശങ്ങൾ കാണാതെ പോകാൻ പറ്റില്ല കേട്ടോ. അപ്പൊ ആരുടെയും മുന്നിലും തല കുനിക്കാതെ സ്വന്തം അഭിമാനം കാത്തു ജീവിച്ച കൊച്ചിൻ ഹനീഫയും അതേ സ്വഭാവം തന്നെയാണ് അദ്ദേഹത്തിന്റെ കുടുംബവും കാണിച്ചെന്നുള്ള കാര്യം വ്യക്തമല്ലേ. ഒപ്പം പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിശബ്ദമായിട്ട് ഒപ്പം നിന്ന് ആ കുടുംബത്തിന് ഒരു താങ്ങായി മാറിയ നടൻ ദിലീപിന്റെ നല്ല മനസ്സിനെ നമ്മൾ അഭിനന്ദിച്ചേ പറ്റൂ. ഒരുപാട് അലിഗേഷൻ ദിലീപുമായി ബന്ധപ്പെട്ടുണ്ട്. നമുക്കറിയാം ഏറ്റവും കൂടുതലും ദിലീപുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യം അദ്ദേഹത്തിന്റെ ദാമ്പത്യ ജീവിതവും അതുപോലെ നടി കേസും. ഇതൊക്കെ വരുമ്പോൾ ഇവിടെ ദിലീപ് വില്ലൻ ആവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഒരുപാട് നല്ല കാര്യങ്ങളും അദ്ദേഹം ചെയ്യുന്നുണ്ട്. പല നടിമാരും, അതായത് നമുക്ക് അറിയാം KPSC ലളിതയും നടൻ ദിലീപിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളും അത് ആ വീഡിയോ ഒരു ഇന്റർവ്യൂസ് ഒരുപാട് ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ തന്നെ ഉണ്ട്. അതുപോലെ അത് പലരെയും സഹായിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ ഒരു സഹായം അല്ലെങ്കിൽ ആ ഒരു സ്നേഹം നമ്മൾ കാണാതെ പോകരുത്. എന്തായാലും ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ പ്രവൃത്തിയെ കുറിച്ച്, അതായത് ദിലീപ് ചെയ്ത ഈ പ്രവൃത്തിയെ കുറിച്ച് നിങ്ങൾ എന്ത് കരുതുന്നു തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, അതായത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഒന്ന് കൂട്ടിക്കോ കേട്ടോ.